തലക്ക് പകരം തല എന്നുള്ള രീതിയിലായിരുന്നു IRGCയുടെ നെതന്യാഹുവിന്റെ ഓഫീസിലോട്ടുള്ള ഒരു സ്ട്രൈക്ക്, ഒരു മിസൈൽ സ്ട്രൈക്ക്. പക്ഷേ തലക്ക് പകരം ആ തല അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം തല ബങ്കറിൽ ഒളിച്ചിരിപ്പായിരുന്നു. അതുകൊണ്ട് കാംനയുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ തീർത്ത് കളയാം എന്ന് ഇറാൻ സേന വിചാരിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം കാംനയുടെ തന്തയല്ല നെതന്യാഹുവിൻ്റെ തന്ത. അതായത് കാംനെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നോക്കാനും അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ ചെയ്യാനും വേണ്ടി ഓഫീസിലിരിക്കുന്ന സമയത്ത് നെതന്യാഹു തന്ത മാറിയത് കൊണ്ട് തന്നെ നെതന്യാഹു അവിടെ വല്ല ബങ്കറുകളിലും അതല്ലെങ്കിൽ രാജ്യം വരെ വിട്ടുപോയിട്ടുള്ള വെറും ഒരു പേടിത്തുറിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കനെ മുമ്പിൽ നിർത്തി ആക്രമിക്കുക എന്നല്ലാണ്ട് സ്വന്തമായിട്ടുള്ള ഒരു ആക്രമണ ശേഷി, സ്വന്തമായിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള കഴിവില്ലാത്ത, വെറും കഴിവ് കെട്ടവനായിട്ടുള്ള തന്തയില്ലാത്തവന് ഒരിക്കലും നമ്മൾ കാംനയായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം തലക്ക് പകരം തല എന്ന് പറയുന്നത്, തലക്ക് പകരം ഒരു തല നോക്കിയ സമയത്ത് തല അവിടെ മിസ്സിംഗ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വരുന്നത്. അതായത് ഈ ഇറാൻ്റെ IRGC ഇപ്പം ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യം, നമ്മുടെ പേടിത്തൊണ്ടനായിട്ടുള്ള നെതന്യാഹുവിൻ്റെ ഓഫീസിലോട്ടായിരുന്നു ഇറാൻ്റെ ഏറ്റവും അത്യാധുനിക മിസൈലായിട്ടുള്ള ഖൈബർ മിസൈൽ തൊടുത്ത് വിട്ടത്. അത് അയൺ ഡൗൺ സിസ്റ്റം ഒക്കെ എവിടെ പോയോ എന്തോന്നറിയില്ല, കറക്റ്റായിട്ട് ഓഫീസിൽ പതിച്ചു. ഓഫീസ് മാത്രമല്ല, അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ഓഫീസ് ശൃംഖല മൊത്തത്തിൽ തകർത്തു എന്നുള്ള ന്യൂസുകളാണ് പുറത്തോട്ട് വരുന്നത്. ഏതാണെങ്കിലും നെതന്യാഹു അതിൻ്റെ അകത്തുണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം അയാളുടെ പേടി വെച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരാളുടെ മനസ്സിൻ്റെ ഉറപ്പ് വെച്ചിട്ടും ആ ഒരു ഏരിയയിൽ പോലും മഷിയിട്ട് നോക്കിയാൽ പോലും ഇയാളെ കാണാൻ പോകുന്നില്ല. ഏതെങ്കിലും ബങ്കറിൽ കാണുമായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോട്ട് എപ്പോഴോ എസ്കേപ്പ് ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആളപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റ് നേതാക്കൾ ഒരുപാട് പേര് അവിടെ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പരിക്കുണ്ട് എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ടെങ്കിലും അത് ഇസ്രായേൽ സമ്മതിച്ചു തരാനും പോകുന്നില്ല. നെതന്യാഹുവിൻ്റെ മരണ വാർത്ത അല്ലെങ്കിൽ നെതന്യാഹു അതിൻ്റെ കൂടെ പെട്ടിട്ടുണ്ടോ എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും പുറത്തോട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തലക്ക് പകരം തല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ചെറുതായി ചെയ്യുന്നുണ്ട്. തലക്ക് പകരം വാല് പോയിട്ട് തല പോയിട്ട് വാല് കടന്നെടുത്തൊരു പൂട പോലും ഇപ്പം കാണാനില്ല. ഇതായിരുന്നു ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പം ഇറാൻ ഇസ്രായേൽ അമേരിക്ക വാറിൻ്റെ അപ്ഡേഷനായിട്ട് വരുന്ന ഒരു കാര്യം. ഇതേ സമയത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് നമ്മൾ ലൈവിൽ ഇത് നമ്മൾ പറയാണ്ടിരുന്നത് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തോട്ട് വരാത്തത് കൊണ്ടായിരുന്നു. ഇപ്പം കുവൈറ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് F-15 പോലത്തെ അമേരിക്കയുടെ അത്യാധുനിക വിമാനം ഷോട്ട് ഡൗൺ ആയി താഴത്ത് വീണ നമ്മൾ കണ്ടു അല്ലേ. ഒന്നല്ല, അതിൽ കൂടുതൽ വിമാനങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞിട്ട് കുവൈറ്റി മിനിസ്ട്രി തന്നെ പുറത്തോട്ട് വന്നതും നമ്മൾ കണ്ടു. സത്യത്തിൽ ഒന്നല്ല 3 F-15 വിമാനങ്ങളാണ് തകർന്നു വീണത്. ഈ F-15 വിമാനങ്ങൾ വെറുതെ തകർന്നു വീണതെന്നാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പം പുറത്തോട്ട് ഒരു ഇത് വിട്ടിട്ടുള്ളത്. അതായത് പരസ്പരം വെടിവെച്ച് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 3 വിമാനങ്ങൾ പരസ്പരം വെടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് താഴെ വീണ് പോയത്. ഇത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അതായത് തങ്ങൾ കൊല കുത്തി പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള വിമാനങ്ങളൊക്കെ ഇറാൻ്റെ ചെറിയ ഫത്തഹ് പോലത്തെ വെറും തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്തുണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള മിസൈലുകൾ വന്നിട്ട് വെറുതെ പൊട്ടിച്ചിട്ട് പോണത് കണ്ട സമയത്ത് സഹിക്കാൻ പറ്റുന്നില്ല ട്രംപിനും അല്ലെങ്കിൽ സെൻട്രൽ കമാൻഡിനും. അതുകൊണ്ട് സെൻട്രൽ കമാൻഡ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ 3 വിമാനങ്ങൾ F-15 ഫൈറ്റർ ജെറ്റുകൾ ഷട്ട് ഡൗൺ ആയി താഴെ വീണിട്ടുണ്ട്, പൈലറ്റുമാരൊക്കെ സേഫാണ്. പക്ഷേ ഈ വിമാനങ്ങൾ വീണത് ഞങ്ങൾ തന്നെ താഴത്തുനിന്ന് അബദ്ധത്തിൽ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് വെടിവെച്ചിട്ടു എന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു വെടിയാണ് പൊട്ടിച്ചത് ഈ സെൻട്രൽ കമാൻഡ്. കാരണം നിങ്ങൾ ചിന്തിക്കണേ, കാംനേൻ അവിടെ വന്ന് വധിച്ചു, മൊസാദ് തിരിഞ്ഞും മറഞ്ഞും കിടക്കുന്ന ഒരു സ്ഥലത്ത്, അതല്ലെങ്കിൽ ഇത്രയും വലിയ സൈനിക ശക്തി, ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക ശക്തി ഒക്കെ ഉള്ള ആൾക്കാർക്ക് സ്വന്തം വിമാനം തിരിച്ചറിയാൻ പറ്റിയില്ല. 3 ഫൈറ്റർ ജെറ്റുകൾ വന്നപ്പം ഇറാനിൽ നിന്ന് വന്നതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നിങ്ങൾ പറ. അതായത് ഈ ന്യൂസിൻ്റെ തുടക്കം മുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ ന്യൂസുകൾ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പത്രങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ ചിന്തിച്ചു നോക്ക്, ഇറാനിൽ ഒരു മുച്ചിങ്ങ വീണ് കഴിഞ്ഞാൽ ബോംബ് വീണേ എന്നും പറഞ്ഞിട്ട് ഇറാൻ എന്താ തകരുന്നേ, ഇറാനിൽ ബോംബ് വീണേ, ഒരു കല്ലെടുത്തവരുത്തിന് അപ്പുറത്തോട്ട് എറിഞ്ഞാൽ അതാ അടുത്ത ബോംബ് അവിടെ വീണേ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇതേ സ്ഥാനത്ത് അമേരിക്കയിലൊരു ബോംബ് അമേരിക്കയുടെ ഈ പറഞ്ഞ സെൻട്രൽ കമാൻഡുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബേസുകളിലൊക്കെ ഒരു ബോംബ് വീണ് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇസ്രായേലിൽ ബോംബ് വീണ് കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല, ആരും പുറത്തോട്ട് പറയുന്നില്ല, ഒന്നുമില്ല. ഇപ്പം ഖത്തർ എടുത്തോ, കുവൈറ്റ് എടുത്തോ, ബഹ്റൈൻ എടുത്തോ, ദുബായ് എടുത്തോ, എത്ര മിസൈലുകൾ അവിടെ വന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് പുറത്തോട്ട് വരുന്ന വാർത്തകൾ എന്താണ്? അവിടെ ഇവിടെയൊക്കെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, എല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ മരണസംഖ്യയുണ്ട്, ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് വിടുന്നത്. നമ്മുടെ ഇൻ്റർനാഷണൽ ചാനൽസും നമ്മുടെ ചാനൽസും ഒരു 100 ചാനലുകൾ ഇതിപ്പം സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ 99 ചാനലുകളും ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിധേയപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ താങ്ങി
ന്യൂസ് ചെയ്യുന്ന ആളുകളാണ്. വളരെ 1% ചാനലുകൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള വാർത്തകൾ രണ്ട് സ്ഥലത്തും പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പുറത്തു വിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഇനി എന്ത് പറ്റിക്കഴിഞ്ഞാലും അത് വെറും മുള്ളു കുത്തിയതായിട്ട് എടുക്കുകയും ചെയ്യും. ഇറാൻ ഒരു മുള്ളു കുത്തിക്കഴിഞ്ഞാൽ അവിടെ ബോംബ് കയറി എന്ന് പറയുന്ന വാർത്തകളാണ് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ അമേരിക്കയുടെ 3 ഫൈറ്റർ ജെറ്റുകളാണ് ഇറാൻ തകർത്തത്, അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈലുകൾ തകർത്തത്. സമ്മതിച്ചു തരാൻ അമേരിക്കക്കോ സമ്മതിച്ചു തരാൻ ഇസ്രായേലിലോ സമ്മതിച്ചു തരാൻ നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾക്കോ സാധിക്കുന്നില്ലാത്തത് കൊണ്ട് ഇത്തരം പ്രസ്താവനകൾ വിട്ട് തൽക്കാലം സ്വയം ഒരു സമാധാനപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അമേരിക്ക. സത്യം പറഞ്ഞാൽ ട്രംപിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാരണം US കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. US പൗരന്മാരിൽ 70% സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം. ഒരു രീതിയിലും ട്രംപിന് സപ്പോർട്ടില്ലാത്ത രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. നെതന്യാഹു പറഞ്ഞത് കേട്ട് നെതന്യാഹു പേടിപ്പിച്ച് നെതന്യാഹു പല കാര്യങ്ങളും കാണിച്ച് പല വീഡിയോസും കാണിച്ച് പല മൊസാദ് ചാര വേശ്യ ഏജൻസികളുടെ വേശ്യ പ്രവർത്തനങ്ങളിൽ ട്രംപ് ഇടപെട്ടത് കൊണ്ട് അതുവരെ പേടിച്ച് നെതന്യാഹു തുള്ളെന്ന് പറയുമ്പോൾ ട്രംപ് തുള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു കേവലമായിട്ടുള്ള തുടക്കവും അത് തന്നെയാണ് ഈ യുദ്ധം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതിൽ പെട്ടുപോയിട്ടിരിക്കുന്നത് ഇറാനാണെങ്കിലും ഇറാൻ ആക്രമിച്ച് അമേരിക്കയുടെ വിധേയത്വപ്പെട്ട് ജീവിക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം ഇതിൽ പെട്ട് മുഞ്ചിത്തെറ്റിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കെല്ലാവർക്കും കാണാം ഈ വാർത്തകളും ന്യൂസുകളും പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സൗദിയുടെ ആറാംകോയിൽ പോയിട്ട് ഡ്രോണ് വീണ് അടച്ചിടേണ്ടി വന്നു. കുവൈറ്റ് എനർജിയിൽ അവരുടെ പ്ലാന്റിൽ വന്നിട്ട് ഡ്രോണ് വീണു അടച്ചിടേണ്ടി വന്നു. ഖത്തർ എനർജി കുവൈറ്റിൽ അമേരിക്കയുടെ ഈ പറഞ്ഞ വിമാനങ്ങളൊക്കെ തിരിച്ചും മറച്ചും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ബഹ്റൈൻ ആണെങ്കിൽ തീർന്നു. ബഹ്റൈൻ്റെ പല ഭാഗത്തും ബോംബ് വീണ് മടുത്തു ബഹ്റൈന്. എല്ലാം കൊണ്ടും ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാര്യത്തിലപ്പം നിൽക്കുന്നത്. ഖത്തറും എല്ലായിടത്തും എല്ലാവർക്കും വേണ്ട പോലെ കിട്ടുന്നുണ്ട്. സൗദിയിൽ ഇന്നലെ വലിയ കുഴപ്പമില്ല, ഇന്ന് സൗദിയിലും പോയി വീണു ഈ പറഞ്ഞ ബോംബുകളും മിസൈലുകളും ഒക്കെ. എല്ലാവരും പുറകെ മുട്ടിയിരിക്കുന്നുണ്ട്. അവസാനം സൈപ്രസിലെ അവരുടെ UK ബേസിലും പോയി അമേരിക്കയുടെ അല്ലെങ്കിൽ UK ബേസിലും ഇറാൻ്റെ ബോംബ് വീണ് അവിടുത്തെ റൺവേ വരെ തകർന്നു. അവസാനം UK പറഞ്ഞ അമേരിക്ക നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾ മാറുകയാണ്, ഞങ്ങൾ വലിയ വലിയ ഡയലോഗുകൾ പറഞ്ഞു വന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തരികയാണ്, നിങ്ങൾ എന്താ ചെയ്തോന്ന് പറഞ്ഞ് UKയും പിന്മാറുന്നത് കണ്ടു. ഒരൊറ്റ രാജ്യം 12 രാജ്യങ്ങൾ കൂടി നിന്ന സ്ഥലങ്ങളിലോട്ട് ഒറ്റക്ക് നടുക്ക് നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെതന്യാഹുവിൻ്റെ അവിടെ ബോംബ് വീണു, അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ ബോംബ് വീണു, അപ്പനവിടെ കാണാനില്ല, അല്ലെങ്കിൽ ബങ്കറിൽ പോയി ഒളിച്ചു എന്നുള്ളത് സമ്മതിച്ചു തരാത്ത ആരാന്നറിയോ? നമ്മുടെ നാട്ടിൽ സംഘിയുടെ രണ്ടാം അപ്പനായിട്ടുള്ള നെതന്യാഹുവിന് എന്തെങ്കിലും പറ്റി, അതെങ്കിലും നെതന്യാഹു ബങ്കറിൽ കയറി എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ സംഘികൾ വന്ന് ഇത്തരത്തിലുള്ള വാർത്തകളുടെ താഴെ വന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാവം സംഘികളെ പേടിക്കേണ്ട, നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ തന്ത എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും, അതുകൊണ്ട് സമാധാനപ്പെടുക. നെതന്യാഹു ചത്തു കഴിഞ്ഞാലും ട്രംപ് ഉണ്ടല്ലോ, ട്രംപില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പിടിക്കാം. നമുക്ക് നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങളുടെ എന്താ പറയുക കൾച്ചറൊക്കെ അതായതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ തന്തമാർ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് നേരെ തിരിച്ച് ഇറാൻ്റെ കാര്യത്തിലാണെങ്കിൽ മുന്നിൽ തന്നെ നിന്ന് പോരാടി മരിക്കാനുള്ള ആളുകളും ഇറാൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം വന്നിട്ടുള്ള ന്യൂസ്. നമ്മൾ ലൈവ് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ പ്രോപ്പർ 1-2 അപ്ഡേറ്റ്സ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് ചില കാര്യങ്ങളാണ്. ഇറാനിലെ നെതാൻസിൽ ആണവ നിലയങ്ങൾ തകർത്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പക്ഷേ ഒരു തരത്തിലുള്ള സൈനുകളും ഇല്ല, അവിടുന്ന് ആണവച്ചോർച്ചുള്ളതായിട്ടുള്ള സൈനുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല എന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ തന്നെ പുറത്തോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലാരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പൊട്ടിച്ചീറിയിരിക്കുകയാണ്. ഫൈറ്റർ ജെറ്റുകളെല്ലാം വീണ് അന്തം തെറ്റി കുന്തം പോയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ട്രംപ് ഇരിക്കുന്നത്. നെതന്യാഹു എവിടെ ഒളിച്ചിരിപ്പാണ്. കാരണം നെതന്യാഹു എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം പൊട്ടുന്ന അവസ്ഥയിലാണ് ഇറാൻ ഓരോ മിസൈലുകളും തൊടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇറാൻ പറഞ്ഞതുപോലെ ഞങ്ങളായിട്ട് ഏതായാലും ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നിട്ടില്ല, ഇനി അമേരിക്കയായിട്ട് ചർച്ചയ്ക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം, ഞങ്ങളേതായാലും ചർച്ചയ്ക്കൊന്നുമില്ല, യുദ്ധത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാരുടെയൊക്കെ കട്ടയും പടയും മൂടുന്ന രീതിയിൽ ഇറാൻ ബാക്ക് ടു ബാക്ക് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ ആവനായിലുള്ള അവസാന ആയുധം വരെ എടുത്ത് അവന്മാർ പൊരുതും, എന്നിട്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇറാൻ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അടി തന്നെയാണ് അമേരിക്കയുടെ 3 ഫൈറ്റർ ജെറ്റുകൾ താഴ്ത്തു വീണ കാര്യം. വീണ്ടും പറയാൻ തോന്നുന്നത് അത് നടന്നൊരു കാര്യം. അതിനെ വളച്ചൊടിക്കാൻ അവർ തന്നെ സെൻട്രൽ കമാൻഡ് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴാണ് ചിരി വന്നതും. അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ കയറി പൊട്ടിച്ചപ്പോഴാണ് നമ്മുടെ സംഘികൾക്കടക്കം മൂട്ടൽ പൊട്ടിയൊരു ഫീല് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ്സ് നമുക്ക് ലൈവിൽ വരാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് രാത്രി കാണാം.